അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് സമ്മാനമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തതാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ നീ സ്നേഹിക്കണേ, ആ ഖുർആനിനെ നീ സ്നേഹിക്കണേ. പച്ച മലയാളത്തിൽ പറഞ്ഞ മോനെ, പള്ളിയിലെ ഉസ്താദ് നിന്റെ വീടിന് കുറ്റിയടിക്കാൻ വരുമ്പോ അവിടെ നിന്നുകൊണ്ടൊരു യാസീൻ ഓതുമല്ലോ, ഒരു ഫാത്തിഹ ഓതുമല്ലോ. കടയുടെ ഉദ്ഘാടനത്തിന് വന്നാൽ, വീടിന്റെ ഉദ്ഘാടനത്തിന് വന്നാൽ, ഒരു വാഹനമെടുക്കുന്ന സമയമാണെങ്കിലും ഏത് കാര്യത്തിനും പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? അത് ഖുർആനിനെ സ്നേഹിക്കലാ, ഖുർആനാ സദസ്സിൽ ഓതലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദ് വീടിന്റെ കുറ്റിയടിക്കാൻ വരുമ്പോഴും യാസീൻ ഓതുമല്ലോ, അതാ മരണ വീട്ടിൽ പോയാലും യാസീൻ ഓതുമല്ലോ, ഖബറിന്റെ ചാരത്ത് പോയാലും യാസീൻ ഓതുമല്ലോ, എന്തേ വേറെ ഒരു സൂറത്തും ഓതാത്തത്? യാസീൻ മാത്രം ഓതുന്നത് എന്തിനാ? എടാ വെറുതെ അല്ലടാ ചെറുപ്പക്കാരാ, സമയമില്ല പടച്ചവന്, ഒരു യാസീൻ ഓതാ സമയമില്ല പടച്ചവനെ. നിന്റെ വീടിന്റെ താമസം കേറുമ്പോ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഫാത്തിഹ ഓതിയാ മതി, യാസീൻ ഓതണ്ട കാരണം സമയമില്ല. കല്യാണം നടക്കുന്ന സദസ്സിൽ ആരാപ്പ യാസീൻ ഓതുന്നേ? അല്ലാഹുവേ ഖുൽ ഹുവല്ലാഹു ഖുൽ ഔദു റബ്ബിൽ ഫലക് നാസ്, തീർന്നു, ഇത്രേ ഉള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതണം. യാസീൻ ഓതിയ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യാസീൻ ഓതുന്ന സമയത്ത് ഒരാള് യാസീൻ ഓതുമ്പോ, പടച്ചവനെ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് യാസീൻ ഓതിയ അതിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. വഅദ് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, വഅദ് കേൾക്കാൻ വന്നവർക്ക് ഫ്രൂട്ടി കുടി, ഉസ്താദിന് വാട്ടവെള്ളം, നിങ്ങൾക്കൊക്കെ എന്താ ഫ്രൂട്ടിയാണോ കുടിക്കണേ? എന്താ കുടിക്കണേ? ഫ്രൂട്ടി. ശരി, അള്ളാഹു എനിക്ക് ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ചുമ്മാ പറഞ്ഞ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെ പോയാലും യാസീനല്ലേ ഓതണേ? പറ മനുഷ്യ, യാസീനല്ലേ ഓതണേ? മരണ വീട്ടിൽ പോയ യാസീൻ ഓതും, പള്ളിക്കാട്ടിൽ പോയ യാസീൻ ഓതും, കല്യാണ വീട്ടിൽ യാസീൻ ഓതും, എവിടെ പോയാലും യാസീൻ ഓതും. എന്റെ 114 സൂറത്ത് യാസീൻ മാത്രമേ ഉള്ളൂ. എന്റെ ബക്കറ ഓതാത്തെ? എന്തേ ബക്കറ ഓതാത്തെ? നീ വിചാരിച്ച ഉസ്താദിന് കൈമടക്ക് കിട്ടാനാണെന്ന്? അല്ല മോനെ, അല്ല. യാസീൻ ഓതുമ്പോ നിന്റെ മനസ്സിൽ എന്താണോ നീയത്ത്, ആ നീയത്ത് അല്ലാഹു നിനക്ക് സാധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഖുർആൻ ഓത്, നീ ഖുർആൻ ഓത്. എവിടാപ്പ ഖുർആൻ ഓതല്? നിക്കാഹ് നടക്കുന്ന സദസ്സിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ ഫാത്തിഹ ഓതുന്നേ. വേണ്ടപ്പ ഞാൻ സന്തോഷം. കല്യാണ വീട്ടിൽ യാസീൻ ഓതിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ, ഏത് കല്യാണം നടക്കുന്ന സദസ്സിലാ മോനെ യാസീൻ ഓതിയിട്ടുള്ളത്? അവിടെ ഉസ്താദ് ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ് ചൂട് മൊട്ട വായിലിട്ടിട്ടുണ്ടത്, എന്തോ ചൂട് വായിക്കകത്തിട്ടിട്ട് ഇതിനേക്കാളും സ്പീഡിൽ ഓതാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഓതലാ ഓതണേ. എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ, അന്ന് അവിടെ ഉഹദ് യുദ്ധം നടക്കും. പടച്ചവനെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തു പറയുന്നെന്നല്ല. എടാ, ഒരു വീട് വെക്കും, 2 നിലയുള്ള കൊട്ടാരം പണിതു, തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും, അവന്റെ അഹങ്കാരം കണ്ടോ, എന്തിനാടാ ഇത്രയും വലിയ വീട്?
അവന്റെ വീട് ഇതിനെക്കാളും വലിയ വീടാ. നീ ഒരു വീട് വെച്ചു, താമസം കയറിൽ നിന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും. അതൊന്നും പോരാ. എന്തെല്ലാം പറയോ അവന്റെ അഹങ്കാരം കണ്ടോ. എവിടുന്ന് അറബി എത്തീങ്ങാനിലാക്കിയിട്ട് കൊണ്ടുവന്നതാടാ. ഇതൊന്നും ഹലാലായ പൈസ അല്ലടാ. നിന്റെത് തിന്നിട്ട് പ്രാവിയിട്ട് കണ്ണേറ് നടത്തിയിട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല, ഒരല്പം ബാക്കി വെച്ചേക്കും, കണ്ണീറ് കിട്ടാതിരിക്കാൻ. എല്ലാം ചെയ്തു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല, അൽഹംദുലില്ലാ അങ്ങ് തുടങ്ങിയതാ, ഒരല്പമെങ്കിലും വെക്കും. അതിനെന്ത്, എന്തിനാ? ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും. എന്തിന്? കണ്ണീറ് കിട്ടാതിരിക്കാൻ. കണ്ണീറ് വലിയ വിഷയമാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഹദീസ് തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞ, വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ച് നിൽക്കാം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും, ആമിന എന്തൊരു കൊലയാടി ഇത് പടച്ചവനെ. അല്ലാഹുവേ, ആ കൊല അവിടെ നിന്ന് അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരുടെ നാവ് അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട, ഞാൻ എന്റെ ഒരു അനുഭവം, വലിയ പെരുന്നാളിന് ഉളുഹിയ അറുക്കാറുണ്ട്. അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരു അച്ചായന്റെ വീട്ടിൽ പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ. ഒരച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും, എന്നിട്ട് കൊടുക്കും. അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട്. പക്ഷെ പോത്തിന്റെ വാലിലെ തോൽ ഉരിഞ്ഞു പോയി. അത് കാരണം അച്ചായൻ തന്നെ പറഞ്ഞു, ഉസ്താദ് ഇത് നിങ്ങൾക്ക് ഉളുഹിയയ്ക്ക് പറ്റുന്നതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ. അപ്പൊ അയാള് പറയാ, ഉസ്താദെ ഒരുത്തൻ ഇത് നോക്കാൻ വന്നു. ഇത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പോ അവൻ പറഞ്ഞു, അവൻ പൈസ പറഞ്ഞു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതിന്റെ വാല് വല്ലാത്തതാച്ചാ, എന്തൊരു വാല പടച്ചോനായ. അവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി കൊത്തി ആ വാലങ്ങ് പോയി. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വല്ലാത്ത വാലാന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്ന് വീണ്ടും വില പറയാൻ. വാല് പോയില്ലേ, അച്ചായ കൊടുക്കുന്നു. അപ്പൊ അച്ചായൻ പറഞ്ഞു, ഇത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. അപ്പൊ ഓൻ പറയാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്ക് കണ്ണീർ വല്ലാത്തതാ. ഇന്നത്തെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട്, ഇപ്പം വീടിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പടച്ചവനെ ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ. ഏത് പുതിയ വീടെടുത്ത് നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര? നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ, ഇനി ഇതാരും ക്ലിപ്പാക്കിയേക്കരുത്. ഞാൻ ചോദിച്ച ഒരു കാര്യം, അങ്ങനെ ഒരു റൂം പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല. നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു. നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂം. അതിനകത്ത് വേറെ ആരും കയറാറില്ല, പൊടിയടിച്ച് അവിടെ തന്നെ കിടക്കും. എന്റെ പ്രിയപ്പെട്ടത്, അതുപോലെ അടുക്കള. എത്ര അടുക്കളയുണ്ട്? 3 എണ്ണം. 1 അല്ല 3 എണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ മഹത്തുക്കൾ പറയുന്നത് വീട്ടിൽ ഒരു അടുക്കളയെ പാടുള്ളെന്ന്. കാരണം എന്താ? പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള, 4 ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കളയിൽ കിടന്നിട്ട് കസേര കളിയാ. ചെറിയ അടുക്കളക്കകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും, ശരീരം തട്ടും, പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ ചർച്ചകൾ മുഴുവനും ആ അടുക്കളക്കകത്താ. പക്ഷേ അവരാ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കിടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു, കുശുമ്പില്ലായിരുന്നു, അടിയില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു. മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു. ഇപ്പോഴോ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, ഒരെണ്ണം വെളിയിൽ. എന്നിട്ട് സ്ക്രൂ കൊടുക്ക, അവസാനം അടിച്ചു പിരിയ. മനസ്സുകൾ അകന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇന്ന് വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര, എല്ലാരും കഞ്ഞിമൂലയാ നോക്കണേ. ഒരാൾ വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യം ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കും. ഒരാള് വീട് പണിയുന്ന സമയത്ത്, ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക്. അല്ലാതെ ആശാരി പറയുന്ന എന്തിനാ കേൾക്കണേ? എടാ, വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനാ കേൾക്കണേ? നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണു പണിയും. അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും ഇടിച്ചു കളഞ്ഞേക്കാൻ.
എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര, ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, അതാ വേണ്ടത്, അല്ലാതെ കന്നിമൂലയല്ല. വാതിൽ ഇവിടെ വന്നാ കുഴപ്പം, അവിടെ വന്നാ കുഴപ്പം, ഇതിലേ കയറിയ കുഴപ്പം, എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വന്നതിന് ശേഷം കിടന്ന് നെഞ്ചത്തടിക്കാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ആലോചിക്ക്. ഞാൻ പറഞ്ഞു വന്നത് യാസീനോദ് സഹോദര, യാസീനോദ്, അള്ളാഹുവിന്റെ ഖുർആനോദ്. മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ യാസീൻ ഓതുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അതവന് കൊടുക്കും. യാസീൻ ഓതിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയമുള്ളവരെ, പടച്ച റബ്ബേ, ദുനിയാവിൽ നിന്നെ വേദനിപ്പിച്ചാലും നിന്നെ പ്രയാസപ്പെടുത്തിയാലും നിനക്ക് സന്തോഷം തന്നില്ലെങ്കിലും ദുഃഖം തന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിനക്ക് അല്ലാഹു ഒരു സന്തോഷം തരുമല്ലോ. അല്ലാഹു നിനക്ക് നാളെ ഒരു സന്തോഷം തരുമല്ലോ. അല്ലാഹു നിന്നെ സന്തോഷിപ്പിക്കുന്നത് സ്വർഗ്ഗം തന്നിട്ടാ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഈ പള്ളിയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ തടമ്പുള്ളവരും താടിയുള്ളവരും തൊപ്പി ധരിച്ചവരും ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിൽ തസ്ബീഹും പിടിച്ചു നിൽക്കുന്നവമ്മ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കുന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകന്റെ പുറകിലതാ മറ്റുള്ള പ്രവാചകന്മാർ, അവിടുത്തെ സ്വഹാബത്ത്, താബീഈങ്ങള്, തബഉ താബീഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹു ആദരിച്ചവർ മുഴുവനും കടന്നു പോകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ആ സ്വർഗ്ഗത്തിൽ പോകാൻ എന്റെ കഥയാണ്. ആ സ്വർഗ്ഗത്തിൽ പോകാൻ നിന്റെ കയ്യിൽ എന്ത് അമലാണ് ഉള്ളത്? ഒരമലുമില്ലല്ലോ. ഈ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നവര് ഇശാ നമസ്കാരം ഈ പള്ളിക്കകത്ത് കഴിഞ്ഞല്ലോ. ഇമാമിന്റെ പുറകിൽ നിന്നുകൊണ്ട് നീ എന്തൊക്കെയോ കാണിച്ചല്ലോ. ആ നമസ്കാരമെങ്കിലും നിനക്ക് പറയാൻ കഴിയുമോ? ഈ പള്ളിക്കകത്ത് നിന്ന് നമസ്കാരം കഴിഞ്ഞ ഓരോ മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, മനുഷ്യ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യനെ മുസാഫഹത്ത് ചെയ്തിട്ട് അവന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ ചിലര് നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്കുകൾ കരയുകയാ, മലക്കുകൾ ശപിക്കുകയാ. എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചവന്, എടാ നരകത്തിന്റെ അവകാശിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം നീ പാഴാക്കിയല്ലോ. പടച്ചവനെ, നരകത്തിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാണ്, അടുത്ത വഖത്തിന് മുമ്പെങ്ങാനും നീ തൗബ ചെയ്യാതെ മരിച്ചു പോയാ നീ നരകത്തിന്റെ അവകാശിയാണെന്ന്. അതാ പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യരോട് മലക്കുകൾ പറയുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ പള്ളിയുടെ മുന്നിൽ നമസ്കരിച്ചിട്ടിരിക്കുന്ന മുസ്ലിമേ, നിനക്ക് പറയാൻ കഴിയുമോ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറഞ്ഞെന്ന് പറയാൻ കഴിയുമോ? കാരണം നിനക്ക് തന്നെ അറിയാം നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിന്നെ എന്തിനാണ് കണ്ണുനീര് കുടിപ്പിക്കുന്നത്? അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് രോഗങ്ങൾ തരുന്നത്, അല്ലാഹു നിന്നെ
നിന്നെ വേദനിപ്പിക്കുന്നത്, അള്ളാഹു നിനക്ക് വീട് തരാത്തത്, നിന്റെ കച്ചവടം മുഴുവനും തകർക്കുന്നത്, സാമ്പത്തികമായി നഷ്ടം തരുന്നത്, അള്ളാഹു നിനക്ക് കടം തരുന്നത് എന്തിന്റെ പേരിലെന്നറിയുമോ? നിനക്ക് സ്വർഗം തരാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടുന്ന് ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ ഒരു അടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവനെ എങ്ങനെ പരീക്ഷിക്കും, ഞാൻ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എല്ലാവരുടെയും ഒരു പരാതിയാണ്, ഉസ്താദെ, എന്ത് ചെയ്താലും നേരെയാകുന്നില്ല. 2 നില വീടുണ്ട്, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ആവശ്യത്തിന് സമ്പത്തുണ്ട്, തിന്നാ വയറ് നിറയുന്നില്ല. സഞ്ചരിക്കാൻ വാഹനമുണ്ട്, എന്നാൽ സുന്ദരിയായ ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. 3-4 മക്കളുണ്ട്, കണ്ണിന് കുളിർമയുണ്ടാകുന്നില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? ബറക്കത്തില്ല. ഏത് കാര്യം എടുത്തു നോക്കിയാലും ബറക്കത്ത് കിട്ടുന്നില്ല, ഏത് കച്ചവടം തുടങ്ങിയാലും ബറക്കത്തില്ല. എന്തേ അതിന്റെ കാരണം? ഈ ബറക്കത്ത് എന്ന് പറയുന്ന സാധനം ബറക്കത്ത് എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണതല്ല. ബറക്കത്ത് എന്ന് പറയുന്ന സാധനം അത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതല്ല, അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാ. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറ, ആമീൻ പറ. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് എങ്ങനാ ബറക്കത്ത് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പൊ വീട് വെക്കാൻ തുടങ്ങി, ഒരാള് വീട് വെക്കാൻ തുടങ്ങി, ഒരാള് കട തുടങ്ങാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്തേ ചെയ്യേണ്ടത്? ചുമ്മാ ചാടിക്കേറി ചെയ്താ പോരാ. ഒരാള് വീട് വെക്കാം, ഇങ്ങോട്ട് നോക്ക്, ഒരാൾ ഇവിടെ വീട് വെക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ജമാഅത്തിന്റെ ഖജാൻജി ഇല്ലേ, ഖജാൻജി നൗഫലിനെ കാണുന്ന കാലം തൊട്ടേ ഞാൻ പറയടാ, പൊന്നാര ചങ്ങാതി ഒരു വീട് കെട്ടടാണ് എന്ന് കാണുമ്പോ അള്ളാഹു അവന് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നൗഫലിന്റെ വീട് പണി പെട്ടെന്ന് തുടങ്ങിയേക്കണം കേട്ടോ, അൽഹംദുലില്ലാഹ്. അള്ളാഹു അവന്റെ ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഒരാൾക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരാൾക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ആദ്യം ചെയ്യേണ്ടത് എന്താ? പറ ചങ്ങാതി, ആദ്യം ചെയ്യേണ്ടത് എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, എന്ത് ചെയ്യണം? പറ മനുഷ്യ, ആദ്യം ഒന്നും വേണ്ട. ഈ പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തു വാങ്ങാൻ കമ്മിറ്റി തീരുമാനിച്ചു, അവരാദ്യം ചെയ്യേണ്ടത് എന്താ? അള്ളാഹു ഈ മതരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. അതിന്റെ ഉടമയോട് പോയി ചോദിക്കണില്ലേ? പറ, എന്താ ചെയ്യണ്ടേ? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? എന്ത് ചെയ്യണ്ടേ? ഒരാള് ഈ കാണുന്ന വസ്തു വാങ്ങാൻ ജമാഅത്തിന്റെ കമ്മിറ്റി തീരുമാനിച്ചു, ഉടനെ കമ്മിറ്റി പൊതുയോഗമാണോ വിളിക്കണ്ടേ, അതോ വീട്ടുടമയാണോടാണോ ചോദിക്കണ്ടേ, പൈസ ഉണ്ടോന്നാണോ നോക്കണ്ടേ? എന്ത് ചെയ്യണ്ടേ? ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്തുകൊണ്ടാ മോനെ നീ വീട് വെച്ചിട്ട് സമാധാനമില്ലാത്തത്? നീ വീട് വെക്കാൻ തുടങ്ങിയപ്പോ ആദ്യം പോയി നോക്കിയത് എഞ്ചിനീയറെയാ, പിന്നെ ആ വസ്തു എടുത്തേ. ഒരു വീട് വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോ വസ്തു വാങ്ങിയില്ല, എഞ്ചിനീയറെ നോക്കിയില്ല, പണം ഉണ്ടോ നോക്കിയില്ല. ആദ്യം തന്നെ നിന്റെ മനസ്സിൽ 5 ബെഡ്റൂം വേണം, 4 ബാത്റൂം വേണം, 3 അടുക്കള വേണം, 2 നില വേണം. നീ പ്ലാൻ വരച്ചു ഹൃദയത്തിൽ.
ഒരു കട തുടങ്ങണമെന്ന് തീരുമാനിച്ചു. പടച്ചവനപ്പം തന്നെ എന്നെ ബിസിനസ് തുടങ്ങണം, നല്ല പൈസ ഉണ്ടാക്കണം, അവിടെ നിന്നെടുക്കണം ഇവിടെ നിന്നെടുക്കണം നീ തീരുമാനിച്ചു. എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ചെയ്തോ ഇല്ലയോ ഇത് ചിന്തിക്ക്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവന് നഷ്ടമല്ല, ലാഭമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തിട്ടില്ലയോ ഖത്തം ഹോഗയ, അതിന്റെ കാര്യം പോയി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാ. ആദ്യം എന്തേ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വരികയാണ്. പടച്ചവനെ, മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇവിടെ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ തീരുമാനമെടുക്കുമ്പോ, അതാ പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനമെടുക്കുമ്പോ, അതാ ഒരു പെണ്ണ് കെട്ടാ തീരുമാനമെടുക്കുമ്പോ, ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടതെന്ന് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് വന്നൊരു അനുചരം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തുവുണ്ടല്ലോ, അത് പള്ളിക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാര് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പൈസയുണ്ടോ എന്ന് നോക്കലല്ല, പടച്ചവനെ വീട്ടുകാരോട് ചോദിക്കലല്ല, കമ്മിറ്റി കൂടി തീരുമാനിക്കലല്ല. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണേ. മോനെ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് നീ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിനക്കറിയില്ല ഇത് ഖൈറാണോ ഇത് ശർറാണോ? ഒരു കച്ചവടം തുടങ്ങിയാൽ ഇതുകൊണ്ട് നീ നേരെയാകുമോ? നിന്റെ സമ്പത്ത് മുഴുവനും തകർന്നു പോകുമോ? നീ നഷ്ടത്തിലാകുമോ? ഇത് കാരണം നിന്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമോ? ഖൈറും ശർറും നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കട്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു. അല്ലാ, ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, നിനക്കറിയാം പടച്ചവര്. അല്ലാഹുവേ, നല്ലതാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നടത്തി തരണേ അല്ലാ, ഇത് എളുപ്പത്തിലാക്കണേ തമ്പുരാറ്. ഇത് നല്ലതല്ലെങ്കിൽ എനിക്ക് നീ തടസ്സങ്ങൾ തരണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നീ നമസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം, ഇത് നല്ലതാണോ മോശമാണോ? അള്ളാന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കുക, പടച്ചവനെ നിസ്കരിച്ചില്ലല്ലോ അല്ലാഹ്, നിനക്കറിയില്ല ഇത് നല്ലതാണോ മോശമാണോ, അത് അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. അപ്പൊ നല്ലതാണെങ്കിൽ അള്ളാഹ് നേരിട്ടൊന്നും വരൂല, നല്ലതാണെങ്കിൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞു തരാൻ പറ്റൂല. അള്ളാഹു എന്ത് ചെയ്യും? നീ തട്ടുന്ന വഴികളെല്ലാം അള്ളാഹു തുറന്നു തരും, എളുപ്പമാക്കി തരും.
തടസ്സങ്ങൾ കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നല്ലതല്ല. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നല്ലതല്ല, ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആരോടും ചോദിക്കാതെ പറയാതെ പോയി ഒരു കച്ചവടം തുടങ്ങി അവസാനം യത്തീംഖാനയിലാകുമ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി കൊത്തുവാളയെടുത്തിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവസാനം ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി കിടക്കുന്ന സമയത്ത് ആ സമയത്ത് വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും? ഫിറഔൻ വിളിച്ചില്ലേ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ പെടുമ്പോ എല്ലാണും വിളിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എടാ ഫിറഔന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എടാ നീ അല്ല ദൈവം, അല്ലാഹ് ഉണ്ടടാ, വിശ്വസിക്കടാ, പറ്റൂല. അവസാനം ചെങ്കടലിന്റെ അകത്ത് മുങ്ങി ചാകുമ്പോ എന്തേ പറഞ്ഞേ? ഖുർആനെടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊണ്ട അവൻ അവസാനം വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചാകാൻ പോകുമ്പോ വിളിച്ചു, മൂസാ നീ പറഞ്ഞത് തന്നെ ശരിയെന്ന്. അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, ചെളിവാരി വായിക്കാത്തിട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ബർക്കത്തുണ്ടാകണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ആദ്യം എഞ്ചിനീയറെ അല്ല കാണേണ്ടത്, അള്ളാനെ കാണും. അള്ളാഹുടെ മുന്നിൽ വെക്ക്. 1-2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കണം. അത് നല്ലതാണോ മോശമാണോ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനാണ് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആലോചിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതെ പോയ കാര്യമാണ്. ചില മക്കൾക്ക്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാടാ. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 അധ്യായങ്ങൾ കാണാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ശുഅറാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മോനെ, അറിവുള്ളവരോട് ചോദിക്കണേടാ ചെറുപ്പക്കാരാ. ഇതിനെക്കുറിച്ച് നീ മുശാവറ ചെയ്യണേ. ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കടാ പൊന്നുമോന്. നിന്റെ വാപ്പയോട് നീ ചോദിക്കണേ. എടാ, ഏതെങ്കിലും പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുമ്പോ അതിനെക്കുറിച്ച് അത് ചെയ്ത് പരിചയമുള്ളവരോട് നീ ചോദിക്കണം. അതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണേ. ഇത് പറഞ്ഞത് ഞാനല്ല, ആരാ കാണിച്ചു തന്നതെന്നറിയുമോ? അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവാണ് മാതൃക കാണിച്ചു തന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോ, വഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. തന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യ? അല്ലാഹുവിനെ മലക്കുകളെ വിളിച്ചിട്ട്, മലക്കുകളെ, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അല്ലാഹുവിന് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, മലക്കുകളെ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാഹുവിന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തേ മലക്കുകൾ പറഞ്ഞത്? വേണ്ട പടച്ചവനെ,
അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, വേണ്ട പടച്ചവനെ, മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ നീ സൃഷ്ടിക്കേണ്ട പടച്ചവനെ. അപ്പോഴും അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പലതുണ്ട്. അള്ളാഹു മലക്കുകളോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്തത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്കറിയാം. അനുകൂലമായിട്ടല്ല മലക്കുകൾ മറുപടി പറഞ്ഞത്. അള്ളാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അറിവുള്ള അള്ളാഹ് ചോദിച്ചത് എന്തിനാ? എനിക്ക് നിങ്ങൾക്കും പഠിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മലക്കുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് അള്ളാഹ്ക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അള്ളാഹു, ഞാൻ എങ്ങനെ അവന്റെ അടുത്ത് പോയിട്ട് അതിനെ കുറിച്ച് ചോദിക്ക? ഈഗോ അല്ലേ? ഞാൻ എങ്ങനാടാ പള്ളിയിൽ അത്തീബന്റെ അടുക്ക പോയിട്ട് ഉസ്താദ് പെണ്ണ് കെട്ടാൻ പോവാ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും? ചോദിക്കണ എങ്ങനെ? എന്തിനാ ചോദിക്കുന്നത്? ഈഗോ. എന്നാൽ പടച്ചവനെ, നിന്നെക്കാലം പാവപ്പെട്ട ഒരുത്തിന് ഇവിടെ ഉണ്ട്. പണ്ട് മുതലേ കച്ചവടം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനാ. കാക്ക പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാ വിജയിക്കുമോ? എങ്ങനെ ചോദിക്കും? നിന്നെക്കാലം താഴ്ന്നവനല്ലേ? മടി. എന്നാൽ അള്ളാഹ് അങ്ങനല്ല. അള്ളാഹ് ആ മാതൃക കാണിച്ചു തന്നത്, നീ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ മുഷാവറ ചെയ്യണം. അറിയുന്നവരോട് നീ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ചെയ്തോ? മുഷാവറ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്തെങ്കിലും കാര്യം ആരാപ്പ ഏത് ചെറുപ്പക്കാരനാടാ പെണ്ണ് കെട്ടുന്ന സമയത്ത് പാപ്പാനോട് മുഷാവറ ചെയ്തത്? കാരണവന്മാരോട് മുഷാവറ ചെയ്തത്? എവിടെ മുഷാവറ ചെയ്യാൻ? റോഡിന്റെ സൈഡിൽ നിന്നവള് കൈ കാണിച്ചപ്പോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന്. എന്ത് മുഷാവറ? എന്ന് മുഷാവറ? പെണ്ണ് കെട്ടിയിട്ട് വാപ്പാടുത്ത് പോയിരിക്ക. വാപ്പ ഇങ്ങനെ നോക്കുമ്പോ തന്റെ മകന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ അതിനകത്ത് ബദർ നടക്കുക. ബദർ യുദ്ധം, പെണ്ണും പിള്ളയും ഭർത്താവിനും കൂടെ. തന്റെ മോനെ വരച്ച വരെ നിർത്ത. ഉമ്മ നോക്കുമ്പോ ഇന്നലെ കേറി വന്ന വിളിച്ച ഇങ്ങോട്ട് വായിച്ച അങ്ങോട്ട് വായിച്ച ഇട്ട് തട്ട. ഉമ്മ ഇങ്ങനെ നടക്ക. പടച്ചോനെ, എന്ത് പറയാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ മോൻ ഇങ്ങനെ ഉമ്മാനെ നോക്കും. എങ്ങനെ നോക്കാതിരിക്കും? റോഡിന്റെ ചാരത്ത് നിന്നപ്പോ ആര് പറഞ്ഞു വിളിച്ചോണ്ട് വരാ? എടാ, പണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ, പണ്ടുള്ള ആൾക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകും. ബോധമുള്ള ആരെങ്കിലും. വീട്ടിൽ നിന്ന് പ്രായമുള്ള വാപ്പാനെ കൊണ്ടുപോയില്ലെങ്കിലും അനുജന്മാര്, വാപ്പാടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉമ്മാടെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ആരെയെങ്കിലും പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകും. എന്തിന്? വിവരമുള്ളവരെ കൊണ്ടുപോകാൻ. ഇന്ന് അങ്ങനല്ല. രണ്ട് മലക്കുകളെ വിളിച്ചുകൊണ്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോണ കോലങ്ങെന്നറിയോ? രണ്ട് ചങ്ങാതിമാരെ വിളിക്കും. രണ്ട് ചങ്ങാതിമാരെ വിളിച്ചിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. ഒരുങ്ങി ഇറങ്ങുമ്പോ ഇതിലെ പുതിയാപ്പിള ആരാന്ന് നോക്കണം. കാരണം രണ്ട് മക്കളുള്ളവനും സെറ്റപ്പ് ആയിട്ടാ നിക്കണേ. അങ്ങനെ രണ്ടുപേരും കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ 3 പേരും കൂടെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിന്റെ വാ മക്കളെ വാ വിളിച്ചകത്തേക്ക് കയറ്റിയിരുത്തി. അൽഹംദുലില്ലാ, അവസാനം പെണ്ണിങ്ങനെ ചായയും വെള്ളമായിട്ട് വരിക. ചായയും വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ മോളെ പുതിയ അപ്പള കൊണ്ടുവന്ന് ചായ അങ്ങോട്ട് കൊടുക്കും. ചായ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോ ഇങ്ങനെ നോക്കും പെണ്ണിനെ. പുതിയ പയ്യൻ ഇങ്ങനെ പെണ്ണിനെ നോക്കും. എന്നിട്ട് വലത്തേക്കും ഇടത്തേക്കും ഒന്ന് സലാം പറയണ പോലെ നോക്കും. ഇവൻ പെണ്ണിനെ നോക്കിയിട്ട് ഇവൻ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കും. അളിയാ കൊള്ളാവോ അളിയാ? ആരോട്? കൂടെ 2 മലക്കളെ കൊണ്ടുപോയില്ലേ? ഇവന്മാരോട് ചോദിക്കും കൊള്ളാവോടാന്ന്. ഒരു MRI സ്കാനിങ് ആവൻ. ഇങ്ങനെ ഒരു നോട്ടുണ്ട്. അടുത്തിരിക്കണ കൂട്ടുകാരെ ഇങ്ങനെ തല മുതൽ കാല് വരെ നോക്കും. എന്നിട്ട് പറയും, ചിലപ്പം പറയും സെറ്റപ്പാ എടുത്തോളെ. അപ്പോഴേ സമ്മതിക്കും. ഇതാ ഇന്നത്തെ കല്യാണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ കണ്ണീര് കുടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. എന്നാ പണ്ടങ്ങനല്ല. വാപ്പായിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ മക്കള് പറയുമായിരുന്നു, ഉമ്മ നിങ്ങൾ പോയി നോക്ക്. കാരണം എന്നെക്കാലം നല്ലതുപോലെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്കറിയാം. വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പുകളും പോയി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സഹോദര. ഇന്ന് അങ്ങനല്ല. ഇന്ന് വാപ്പായ്ക്ക് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോലും ഇല്ല. പണ്ടൊക്കെ ഇന്നത്തെ പെണ്ണുങ്ങൾ ആലോചിച്ചിരിക്കണ പ്രായമുള്ളവരൊക്കെ, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കെ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചും കളിച്ചും വീട്ടിലേക്ക് കയറി വന്നപ്പോ പാപ്പ പറഞ്ഞു, ആമിന മോളെ ആമിന, ഇതാണ് പുതിയ അപ്പളാട്ടാ, കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞ് ഒരു കരച്ചിൽ. അവള് 2 ദിവസം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടു, ജീവിച്ചു. അടിയുമില്ല, വഴക്കുമില്ല, ബഹളവും ഇല്ല. ഇന്ന് പെൺമക്കൾ ഇങ്ങനെ ഇരിക്കും. പാപ്പ വരുമ്പോ പറയും, അതെ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിച്ചു തരണം. അതെങ്ങനാ മോളെ? അവൻ നമ്മുടെ ജാതി അല്ലല്ലോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ ശാല് ശരിയല്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യവും മുഷാവറ ചെയ്യും.
അഭിപ്രായങ്ങൾ ചോദിക്ക്. ഏതൊരു കാര്യങ്ങളും നിങ്ങൾ അഭിപ്രായം ചർച്ചകൾ ചെയ്യ അറിയുന്നവരോട് ചോദിക്ക്. ചെറുപ്പക്കാരായി എടുത്ത് ചാടല്ലേടാ. ഏത് കാര്യം ചെയ്താൽ അതിനകത്ത് ബർക്കത്തില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വഅലായിട്ട് കാണണ്ട, ഒരു ക്ലാസ് ആയിട്ട് കണ്ടാ മതി. അല്ലാഹുവേ, ഇന്നലെ മഹാനായ കുമ്മന ഉസ്താദ് നല്ല വഅല് പറഞ്ഞു തന്നല്ലോ. ഇന്ന് ഞാൻ വഅലല്ല പറയുന്നത്, ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു നസീഹത്താണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്കത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? അതിലൂടെ നിനക്ക് വിജയം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിങ്ങൾ പരസ്പരം മുശാവറ ചെയ്യണേ, അറിവുള്ളവരോട് ചോദിക്കണേ, കാരണവന്മാരോട് ചർച്ച ചെയ്യണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ബർക്കത്ത് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നോക്കണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ചെയ്യുന്ന കാര്യത്തില് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ, ചെയ്യാൻ തീരുമാനിക്കുമ്പോ നീ ചിന്തിക്കണം, പടച്ചവര്, ഈ കച്ചവടം ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഇത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഇത് ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? ഇതിൽ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമോ? അല്ലാഹുവിന്റെ തൃപ്തി നീ വാങ്ങണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബർക്കത്ത് വേണമെങ്കിൽ വേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? എടാ, അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങടാ. പൊന്നു പെങ്ങള്, പടച്ച റബ്ബിന്റെ തൃപ്തി വാങ്ങ്. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പവഴി എന്താ? അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള എളുപ്പവഴി എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹുബ്ബുൽ ഫുഖറാ വൽമസാകീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് വ്യക്തമായി പറഞ്ഞു തരികയാ. ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മക്കളോ പരീക്ഷ എഴുതാ സ്കൂളിലേക്ക് പോകുമല്ലോ. 10ാം ക്ലാസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, +1ന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, MBBSന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, ഏതെങ്കിലും ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ, ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തൃപ്തി വേണം. ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. പണ്ടൊക്കെ കാലഘട്ടം, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു. നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു. ആ തെങ്ങിൽ തേങ്ങ കിളിച്ചു. ആദ്യത്തെ തേങ്ങ അള്ളാന്റെ പള്ളിക്ക്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു കൊല വെച്ച്, എന്തിന്? ഒരു കോഴി മുട്ട വെച്ച് വിരിഞ്ഞു. ഒരു കോഴി പള്ളിക്ക്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സഹോദര. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പോ ഈ കുട്ടികൾ പള്ളിയുടെ വഞ്ചിപ്പെട്ടി, മുസ്ലിം മക്കൾ ഇടത്തില്ല കേട്ടോ, അത് പോട്ടെ, മറ്റുള്ളവർ അമ്പലം കാണുമ്പോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണുമ്പോ ഒരു 10 രൂപ ഇട്ടേക്കും, ഒരു സദക്ക. എന്തിന്? അള്ളാന്റെ സഹായം കിട്ടാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നീ കട തുടങ്ങിയപ്പോ ആർക്കാ സദക്ക കൊടുത്തത്? നീ വീട് വെച്ചപ്പോ ആർക്കാ സദക്ക കൊടുത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ വഞ്ചിപ്പെട്ടിയിൽ ഒരു 10 നയാ പൈസ നീട്ടോ, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഒരു 10 രൂപ കൊടുത്തോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക ചെയ്യ്. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പവഴി ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ. പാവങ്ങളെ നീ ഇഷ്ടപ്പെട്, പാവങ്ങളെ നീ സഹായിക്ക്. പഠിച്ചവനെ,
എത്രയോ പേരുണ്ട് തമ്പുരാന് തന്റെ പൊന്നാര മക്കളുടെ വിവാഹം നടത്തുമ്പോ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് തന്റെ പൊന്നാര മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് യതീമായ പെൺമക്കളുടെ വിവാഹം നടത്തി കിടക്കുന്നവരുണ്ട്, യതീമായ കുട്ടികളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് വേണോ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ, നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം വേണോ, നീ സഹായിക്കണ്. പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണ്, പള്ളികൾക്ക് എന്തെങ്കിലും ഒരു സദഖ കൊടുക്കണ്, യതീമീങ്ങളെ സഹായിക്കണ്, ഏതെങ്കിലും ഒരു രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കണ്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവര് നിന്റെ നാട്ടിലും നിന്റെ വീടിന്റെ പരിസരത്തും നിന്റെ കുടുംബത്തിലുമുണ്ട്. ആർക്കെങ്കിലും പടച്ചവനെ എന്തെങ്കിലും ഒരു സദഖ കൊടുക്ക്, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു സദഖ കൊടുക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. 2 നിലയുള്ള വീട് വെച്ചപ്പോ നീ ആർക്കാ സദഖ കൊടുത്തേ? ആർക്കാ സദഖ കൊടുത്തേ? മാഷാ അല്ലാഹ് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഓരോ മനുഷ്യനും വലിയ 2 നിലയുള്ള വീട് പണിയുമ്പോ വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് എഴുതി വെച്ചിരിക്കുക. എന്തിനാ മാഷാ അല്ലാഹ് എഴുതണേ? മാഷാ അല്ലാഹ് എന്തിനാ എഴുതി വെക്കണേ? എടാ പൊന്നാര ചങ്ങാതിമാരെ, മാഷാ അല്ലാഹ് അല്ല എഴുതി വെക്കേണ്ടത്, സുബ്ഹാനല്ലാഹ് എന്ന് എഴുതി വെക്കണം വീടിന്റെ മുന്നിൽ. കാരണം എന്തേ? അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു സുബ്ഹാനല്ലാഹ്, അത്ഭുതം, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അത്ഭുതകരമായ കാര്യം. ഒരു നിനക്കാകെ ഉള്ളത് നീയും നിന്റെ പെണ്ണും പിള്ളയും 2 മക്കളും. എന്തിനാടാ മോനെ 5 നിലയുള്ള വീട്? എന്തിനാ 5 ബെഡ്റൂം കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് അതിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് എഴുതി വെച്ചിരിക്കുക? ചിലരെഴുതി വെച്ചു ഹാദാ മിൻ ഫളിലി റബ്ബി. ഓ പടച്ചവനെ, എന്റെ പൊന്നാര ചങ്ങാതി, നീ വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഒരു നല്ല സദഖ കൊടുക്ക്, എന്തെങ്കിലും ഒരു നല്ല ഹദിയ കൊടുക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇന്നത്തെ വിവാഹങ്ങൾ എത്രയോ പേരുണ്ട് തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അതേ വിവാഹ പന്തലിൽ യതീമായ മക്കളുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നവർ, പാവപ്പെട്ട ആരാരും സഹായിക്കാനില്ലാത്ത പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. നമ്മളത് ചെയ്യാറില്ല. പത്രത്തിൽ വരത്തില്ലല്ലോ, അതുകൊണ്ട് പത്രത്തിൽ